പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഉയർന്ന ജോലിയുള്ള നല്ല ലീഡർഷിപ്പ് ഉള്ള പെൺകുട്ടികളുണ്ട്. പക്ഷെ അത്തരം പെൺകുട്ടികളുടെ കുടുംബജീവിതം പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെടാറുണ്ട്. സൊസൈറ്റിക്ക് അതിന് വലിയൊരു റോളുണ്ട്. സൊസൈറ്റി വേണ്ടത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അവളുടെ കുടുംബജീവിതത്തിന് പ്രാധാന്യം, അവളുടെ മറ്റുള്ള കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് അതിന് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ? സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ രക്ഷിതാക്കളാവാം, ഭർത്താവിൻ്റെ രക്ഷിതാക്കളാവാം, ചുറ്റുപാട് സമൂഹം, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്താനുണ്ടാവുള്ളൂ. അവൾക്ക് അതിനെ നേരുള്ളൂ. അവളുടെ കപ്പാസിറ്റി അതാണ്. അവൾക്ക് ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. അവൾ അതിൻ്റെ റോളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വീട്ടിലത്തെ കാര്യം ദോഷം ഉണ്ടാക്കാനും കുട്ടികളെ നോക്കാനും ചിലപ്പോൾ അവൾക്ക് പറ്റണമെന്നില്ല. അവൾക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാനുണ്ട്. പക്ഷെ അത് സൊസൈറ്റി അവളുടെ കൂടെ പലപ്പോഴും നിൽക്കാത്തത് കാരണം അത്തരം കഴിവുകളുള്ള പെൺകുട്ടികൾ ഒന്നുകിൽ അവർ ഫാമിലി ലൈഫിൽ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ ആ റോളിൽ നിന്ന് അവർ പിൻവാങ്ങുകയോ ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. സൊസൈറ്റിക്ക് ഇതിനെന്താണ് ചെയ്യാനുള്ളത്? സൊസൈറ്റിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതും ഓരോരുത്തരുടെയും നിയോഗമൊക്കെ വ്യത്യസ്തമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, ഒരു അസ്തിത്വമുണ്ട്, എനിക്കുണ്ട്. എൻ്റെ നിയോഗവും എൻ്റെ കർമ്മമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കർമ്മം വേറൊന്നായിരിക്കും. ഒരു ഡോക്ടറുടെ കർമ്മമല്ലല്ലോ ഒരു എൻജിനീയർ ചെയ്യുക. പക്ഷേ ഇനിയിപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിഞ്ഞിപ്പോൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ക്ലാസ്സില്ലാതെ പോകുന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് പരിചയപ്പെട്ടത് ആദില IPS പരിചയപ്പെട്ടു. കുന്നക്കാവിലേക്കാണ് അവരെ കെട്ടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ് കല്യാണം കഴിച്ചിട്ട്. അദ്ദേഹം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജോബിനൊന്നും ഈ കുടുംബം ഒരു പ്രശ്നം തന്നെ അല്ല. അപ്പോൾ കുറേ രക്ഷിതാക്കൾ അങ്ങനെയാണ്. എന്തിനാണ് നമ്മളൊരു കുട്ടിയെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്തുന്നത്? അതെ, നല്ലൊരു പ്രൊഫഷണൽ ആലോചന കിട്ടാൻ അതൊരു ലക്ഷ്യമായിരിക്കും. പക്ഷെ അത് ചെറിയൊരു ലക്ഷ്യമാണ്. അതെ, ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോബിന് പോകാനും ജോലിക്ക് പോകാനും സമ്പാദിക്കാനും ആ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. ആളുകളുടെ ഒരു വിഷയം എന്താ? ആളുകൾ ഈ അവകാശങ്ങളെ കുറിച്ച് നന്നായി സംസാരിക്കുന്നവരാണ്. എന്തുകൊണ്ട് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും ചോദിച്ചാൽ ആരോ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് അവർ എനിക്കും ചില അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു വരേണ്ടി വരുന്നത്. അപ്പൊ പരസ്പരം അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇപ്പം എൻ്റെ ഭാര്യ പഠിക്കാൻ പോകുന്നു, പഠിപ്പിക്കാൻ പോകുന്നു, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, പോയിക്കോട്ടെ, വന്നോട്ടെ, ഒരു വിഷയമല്ല. ഇനി അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും അതിനെന്ത് ചെയ്യേണ്ടതില്ല, എതിർത്തിട്ടില്ല. തടയിട്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്താ ഒന്നും കിട്ടാല്ല. പിന്നെ അസൂയകളുണ്ട്. എൻ്റെ പെൺമക്കളാരും ടീച്ചർമാരല്ല.